ഹലോ, എല്ലാവർക്കും ശോഭ വ്ളോഗ് 65ലേക്ക് സ്വാഗതം. ഇന്ന് പാവക്കയും ചക്കക്കുരുവും കൊണ്ടൊരു കയ്പില്ലാത്തൊരു കറി ഉണ്ടാക്കാം. പാവക്കയ്ക്ക് കരണ്ടയിൽ ഹാഗിലക്കായി, ചക്കക്കുരുവിന് ബീജ. ഹലസിനക്കായി എന്ന് പറഞ്ഞാൽ ചക്ക, പച്ച ചക്കക്ക് ഹലസിനക്കായി, പഴുത്ത ചക്കക്ക് ഹലസിന ഹണ്ണു, ചക്കക്കുരുവിന് ഹലസിന ബീജ. ഇപ്പോൾ പാവക്ക ഞാൻ എൻ്റെ ಕುರು കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ടു. ಈಗ ಹಾಗಲಕಾಯಿಯನ್ನು ಬೀಜವನ್ನು ತೆಗೆದು, ಬೀಜ ನನ್ನ ಕುರು ತೆಗೆದು എടുത്തതിന് ശേഷം സണ്ണതായി കട്ട് ಮಾಡಬೇಕು. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചക്കക്കുരുവിൻ്റെ ആദ്യത്തെ തൊലി, വെള്ളത്തൊലി ഇല്ലാതെ കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ, അതും ചെറുതായി കട്ട് ചെയ്യണം. ಹಲಸಿನ ಬೀಜದ ಮೊದಲನೆಯ ಸಿಪ್ಪೆ ಎನ್ನುവെച്ചാൽ ಆದ್ಯತೆ ಸಿಪ್ಪೆ എന്ന് പറഞ്ഞ തൊലി ತೆಗೆದು ಸಣ್ಣದಾಗಿ ಕಟ್ ಮಾಡಿ ಎನ್ನುവെച്ചാൽ ചെറുതായി കട്ട് ചെയ്യണം. ಇವೆರಡನ್ನು ಎನ್ನುവെച്ചാൽ ಇದು രണ്ടും ಚೆನ್ನಾಗಿ കഴുകിയതിന് ತೊಳೆಯಬೇಕು. ಇವೆರಡು ಚೆನ್ನಾಗಿ ತೊಳೆಯಬೇಕು ಎನ್ನುവെച്ചാൽ ಇದು രണ്ടും നല്ലോണം കഴുകണം. ನಂತರ എന്നുവെച്ചാൽ അതിന് ശേഷം ಇವೆರಡನ್ನು എന്നുവെച്ചാൽ ഇത് രണ്ടും കുക്കറിലേക്ക് ഇടണം. ಕುಕ್ಕರ್ലേക്ക് ಇಡೋಣ. ಇವೆರಡನ್ನು ಕುಕ್ಕರ್ಗೆ ಹಾಕಬೇಕು. എന്നുവെച്ചാൽ ചക്കക്കുരു, പിന്നെ നമ്മൾ ಮುರಿಚಿ വെച്ചിരിക്കുന്ന ಚಕ್ಕಕುರು, പിന്നെ ಪಾವಕ. ನಾವು ಕಟ್ ಮಾಡಿ ಇಟ್ಟಿರುವ ಹಲಸಿನ ಬೀಜವನ್ನು ಮತ್ತೆ ಹಾಗಲಕಾಯಿಯನ್ನು ಇದಕ್ಕೆ ಹಾಕಬೇಕು, ಕುಕ್ಕರ್ಗೆ ಹಾಕಬೇಕು. കുക്കറിലേക്ക് ഇടണം. എന്നതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, വാളംപുളി, ചെറുനാരങ്ങയുടെ വലിപ്പം എന്നുവെച്ചാൽ സണ്ണ നിംബെ ಹಣ್ಣಿನ ಗಾತ್ರದ എന്നുവെച്ചാൽ സണ്ണ എന്ന് വെച്ചാൽ ചെറിയ നിംബെ ಹಣ್ಣಿನ ಗಾತ್ರದ ಹುಣಸೆಹಣ್ಣು എന്ന് പറഞ്ഞാൽ പുളി നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കണം. ಹುಣಸೆ ಹಣ್ಣನ್ನು ಚೆನ್ನಾಗಿ ಹಿಂಡಿ ರಸವನ್ನು ಇದಕ್ಕೆ ಹಾಕಬೇಕು. ಹುಣಸೆ ಹಣ್ಣು എന്ന് പറഞ്ഞാൽ പുളി, ಹಿಂಡಬೇಕು എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞിട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ ಹಾಕಬೇಕು എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇടണം. ಹುಣಸೆ ಹಣ್ಣು ഞാൻ പറഞ്ഞത് ആദ്യം, ಹುಣಸೆ ಹಣ್ಣು പുളി, ಹಿಂಡಬೇಕು എന്ന് വെച്ചാൽ പിഴിഞ്ഞിട്ട് ഇതൊക്കെ ಹಾಕಬೇಕು. തക്കാളി ഒരു മീഡിയം സൈസ് ഇതിലേക്ക് ഇടണം. ಟೊಮಾಟೊವನ್ನು ಮೀಡಿಯಂ ಸೈಜಿನ ಟೊಮಾಟೊ ಕಟ್ ಮಾಡಿ ಇದಕ್ಕೆ ചെറുതായി കട്ട് ചെയ്തിട്ട് ಇದಕ್ಕೆ ಹಾಕಬೇಕು എന്ന് ഇതിൽ ഇടണം. ചെറുതായിട്ടുള്ളതിന് സണ്ണതാಗಿ. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ಮೆಣಸಿನಪುಡಿ, 1 ടീസ്പൂൺ അരിശിനപ്പൊടി. അരിശിനപ്പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, ಮೆಣಸಿನಪುಡಿ എന്ന് പറഞ്ഞാൽ മുളക് പൊടി. മുളക് പൊടിക്ക് ಮೆಣಸಿನಪುಡಿ, മഞ്ഞൾപ്പൊടിക്ക് അരിശിനപ്പൊടി. പൊടിക്ക് പൊടി. ഉപ്പിന് ഉപ്പ്, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, രുചിക്ക് തക്കಷ್ಟು ഉപ്പ് ഇതിലിട്ടതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1/3 ഗ്ലാസ് ನೀರು ಹಾಕಬೇಕು. ನೀರು എന്ന് പറഞ്ഞാൽ വെള്ളം ಇದಕ್ಕೆ ಹಾಕಬೇಕು. ഇതിലേക്ക് ഒഴിക്കണം. ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പും വെച്ചതിന് ശേഷം വെയിറ്റ് ഇടണം. കുക്കറിന് മുಚ್ಚಿದ ಮೇಲೆ എന്നുവെച്ചാൽ മൂടിയതിന് ശേഷം കുക്കറിന് ಮುಚ್ಚಿದ ಮೇಲೆ വെയിറ്റನ್ನು ಹಾಕಬೇಕು. വെയിറ്റ് ഇടണം. തേങ്ങ അരമുറി, തെങ്ങിനക്കായി, ചെറിയ തെങ്ങിനക്കായി, തേങ്ങ എന്നുള്ളതിന് തുരിത തെങ്ങിനക്കായി, ഇത് ചെറിയ ഗ്രേറ്റഡ് എന്നുള്ളതിന് തുരിത തെങ്ങിനക്കായി. ഞാൻ എടുത്തിരിക്കുന്നത് അരമുറിയാണ്, അർദ്ധ ഹോലു. ഇതിൽ 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരക. ഇത് മിക്സി ಜಾರ್ലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ಇದನ್ನು ಮಿಕ್ಸಿಯ ಜಾರಿಗೆ ಹಾಕಿ ಚೆನ್ನಾಗಿ ರುಬ್ಬಬೇಕು എന്ന് പറഞ്ഞാൽ ഇതിന് അരക്കണമെന്നുള്ളതിനാണ് റുബ്ബಬೇಕು എന്ന് പറയുന്നത്. തേങ്ങക്ക് തെങ്ങിനക്കായി, ജീരകത്തിന് ജീരക മിക്സിಯ ಜಾರಿಗೆ ಹಾಕಿ
ಮಿಕ್ಸಿಯ ಜಾರ್ലേക്ക് ಇಟ್ಟು ನಲ್ಲೋണം ಅರಚೆಡುಕೋಣ. ಚೆನ್ನಾಗಿ ರುಬ್ಬಬೇಕು. ಪಾವಕಕ್ಕೆ ಹಾಗಲಕಾಯಿ, ചക്കക്കുരുവിന് ഹലസിന ബീജ. ഞാൻ ആദ്യം പറഞ്ഞ ഹലസിന ബീജ എന്ന് പറഞ്ഞാൽ ഹലസിന ഹണ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്ക, പഴുത്ത ചക്ക. ഹലസിന കായ് എന്ന് പറഞ്ഞാൽ പച്ചച്ചക്ക. ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. വിസിലെടുത്തതിന് ശേഷം പാവക്കയും ചക്കക്കുരുവും ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്ന്. ಹಾಗಲಕಾಯಿಯನ್ನು ಒಂದು ಪೀಸು ಮತ್ತು ಹಲಸಿನ ಬೀಜವನ್ನು ಒಂದು ಪೀಸು ತೆಗೆದು ಪ್ರೆಸ್ ಮಾಡಿ ನೋಡಿ, ಪ್ರೆಸ್ ചെയ്ത് നോക്കണം. ಬೆಂದಿട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വെന്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുള്ളതിന് കന്നഡയിൽ ಬೆಂದಿದ್ರೆ ಗೊತ್ತಾಗುತ್ತೆ, മനസ്സിലാവുന്നുള്ളതിന് ಗೊತ್ತಾಗುತ್ತೆ. ಒಂದ್ಸಲ ഒരിക്കൽ പ്രസ് ಮಾಡಿ ನೋಡಿ, പ്രസ് ചെയ്ത് നോക്കി. ഇത് വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കണം. ನಾವು ರುಬ್ಬಿ ಇಟ್ಟಿರುವ ತೆಂಗಿನಕಾಯಿ ಅನ್ನು ഇതിലേക്ക് ചേർക്കണം എന്നുള്ളതിന് ಇದಕ್ಕೆ ಸೇರಿಸಬೇಕು. ನಾವು ರುಬ್ಬಿ ಇಟ್ಟಿರುವ ತೆಂಗಿನಕಾಯಿಯನ್ನು ಇದಕ್ಕೆ ಸೇರಿಸಬೇಕು. ತೇಂಗ ചേർത്തതിന് ശേഷം, ತೆಂಗಿನಕಾಯಿ ಸೇರಿಸಿದ ನಂತರ ಇದಕ್ಕೆ ಮೊಸರು ಹಾಕಬೇಕು. ಮೊಸರು എന്ന് പറഞ്ഞാൽ കേട്. ಮೊಸರನ್ನು ಹಾಕಬೇಕು. തൈരിന് കന്നഡയിൽ ಮೊಸರು. ಹುಳಿ ಇಲ್ಲದ ತೈര്, ಹುಳಿ ಇಲ್ಲದೇ ಇರುವ ಮೊಸರು. ಒಟ್ಟುം പുളി വേണ്ട, ಸ್ವಲ್ಪನೂ ಹುಳಿ ಬೇಡ. ಹುಳಿ ಇಲ್ಲದ ತೈര്, ಹುಳಿ ಇಲ್ಲದೇ ಇರುವ ಮೊಸರನ್ನು ಹಾಕಬೇಕು. ಇಲ್ಲ ಅಂದರೆ ಸೇರಿಸಬೇಕು എന്ന് പറഞ്ഞാൽ ചേർക്കണം. ഇത് കുറച്ച് നമുക്ക് എത്ര കറിയുടെ ചാറ് വേണോ അത്ര തൈര് ചേർത്താൽ മതി. ಮೊಸರನ್ನು ಎಷ್ಟು ನಮಗೆ ഇതൊരു സാറ് ಬೇಕೋ, സാറ് എന്നുള്ളതിന് കറി എന്നാണ്, കറിക്ക് സാറ് എന്നാണ് പറയുന്നത്. ചാറിന് എത്ര വേണോ അത്ര ಹುಳಿ ಇಲ್ಲದ ತೈര്, ಹುಳಿ ಇಲ್ಲದೇ ಇರುವ ಮೊಸರು ಸೇರಿಸಬೇಕು. ഇത് മിക്സിയിലേക്ക് ಜಾರ್ലേക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം ಇದನ್ನು ಮಿಕ್ಸಿ ಜಾರಿಗೆ ಹಾಕಿದ ನಂತರ ಒಂದು ಸಲ ವೈಪ್ ಮಾಡಬೇಕು ಅಷ್ಟೇ. ಒಂದು ಸಲ ഒരു പ്രാവശ്യം വൈപ്പ് ചെയ്താൽ മതി. അതൊന്നിട്ടൊന്ന് സൗണ്ട് വരില്ലേ, അങ്ങനെ ചെയ്തതിന് ശേഷം അനന്തര ನಾವು ഇതൊക്കെ ಸೇರಿಸಬೇಕು. നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായല്ലോ, ഇത്രയേ വേണ്ടൂ. ഇതിൻ്റെ വെള്ളം, ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, ನಾನು ನೀರನ್ನು ಹಾಕಿಲ್ಲ. ಮೊಸರಲ್ಲಿರುವ ನೀರೇ ಸಾಕು. ഇനി ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന കേട് ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. അധികം കട്ടിയുണ്ടെങ്കിൽ സ്വല്പം നീരನ್ನು ಸೇರಿಸಬಹುದು, കുറച്ച് വെള്ളം ചേർക്കുക. എന്നുവെച്ചാൽ തൈര് ഭയങ്കര കട്ടിയാണെങ്കിൽ ഞാൻ ചേർത്തിരിക്കുന്നത് അധികം കട്ടിയില്ല. ನಾನು ಸೇರಿಸಿರೋದು ತುಂಬ ಗಟ್ಟಿಯಿಲ್ಲದೆ ಇರುವ ಮೊಸರು. ಈಗ കറി റെഡിയായി. ഇപ്പോൾ കറി റെഡിയായി. ഒന്ന് തിളച്ചതിന് ശേഷം ಒಂದು ಸಲ ಕುದಿ എന്ന് പറഞ്ഞാൽ തിളക്കുന്നതിന്. ನಂತರ ಒಗ್ಗರಣೆ എന്ന് പറഞ്ഞാൽ വറുത്തിടണം. അതിന് സാസിവെ എന്ന് പറഞ്ഞാൽ ഇത് കടുകും ബാഡഗി ചില്ലിയും ഇട്ട് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി.